ഇന്ന് ഞാനൊരു വാർത്തയുടെ തലക്കെട്ട് കണ്ടപ്പോൾ വെറുതെ ചിന്തിച്ചുപോയി. വാർത്ത വേറൊന്നുമല്ല, RSPയിൽ കലഹം പതിവോ, മകൻ്റെ സീറ്റ് നിഷേധിച്ചതിൽ വികാരാധീനനായി NK പ്രേമചന്ദ്രൻ. ഇത് വാർത്ത ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് മാധ്യമങ്ങൾ വാർത്ത ഒരുപാട് നിർമ്മിച്ചു വിടുന്നുണ്ട്. ഇരവിപുരം സീറ്റിനെ സംബന്ധിച്ച് തർക്കമുണ്ടെന്നും NK പ്രേമചന്ദ്രൻ സാറിൻ്റെ മകൻ കാർത്തിക് അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും അതിനെ കുറച്ചുപേരെ എതിർക്കുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ സജീവമായി ഉണ്ടായിരുന്നു. പക്ഷേ വികാരാധീനനാകുന്ന കഥ കേട്ടപ്പോൾ എനിക്ക് വേറൊരു മുഖമാണ് ഓർമ്മ വന്നത്. യഥാർത്ഥത്തിൽ RSP രാഷ്ട്രീയത്തിൽ വികാരാധീനനായി ഹൃദയം പൊട്ടി മരിക്കേണ്ട ആളിൻ്റെ പേര് AA അസീസ് എന്നാണ്, RSPയുടെ നേതാവ്. ഇവർക്കാർക്കും ഒരു സ്ഥാനവും നഷ്ടപ്പെടാതെ വളരെ ഭദ്രമായി ഒരു ഇടവുമില്ലാതെ തുടർച്ചയായി തന്നെ വിവിധ പദവികൾ അലങ്കരിച്ചു പോകാൻ രാഷ്ട്രീയ മാറ്റവും നിലപാട് മാറ്റവും ഒക്കെ ഗുണകരമായെങ്കിൽ അതിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി പോയത് അസീസ്ക്കാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് പറയാനോ വാദിക്കാനോ അദ്ദേഹത്തിൻ്റെ സമുദായമോ മറ്റേതെങ്കിലും സമുദായങ്ങളോ പാർട്ടിയോ ഒന്നുമില്ല. പുതിയ കാലഘട്ടത്തിൻ്റെ ചതുരംഗ പലകയിൽ മാധ്യമങ്ങളെ ഡീൽ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം സംഗതികൾ പറയാനോ ഒന്നുമുള്ള കഴിവോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയമോ അദ്ദേഹത്തിന് വശമില്ല. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ RSP ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് ബേബി സാറായിരുന്നു അതിൻ്റെ സർവ്വസൈന്യാധിപൻ. അദ്ദേഹമാണ് പ്രേമചന്ദ്രൻ സാറിനെ കൊല്ലത്ത് കൊണ്ടുവന്ന് വളരെ ശക്തമായ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ രംഗത്തിറക്കി. അദ്ദേഹം S കൃഷ്ണകുമാറിനെയാണെന്ന് തോന്നുന്നു ആദ്യം പരാജയപ്പെടുത്തുന്നത്. അന്ന് മുതൽ പിന്നീട് പ്രേമചന്ദ്രൻ സാറിൻ്റെ ജൈത്രയാത്രയാണ്. അദ്ദേഹം തുടർച്ചയായി MP ആയി, ഒരു തവണ രാജ്യസഭയായി, പിന്നീട് അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് മന്ത്രിയായി കഴിഞ്ഞാണ് പിന്നീട് അദ്ദേഹം ഷിബു ബേബി ജോണിനോട് ഒരു തവണ തോറ്റു, പിന്നീട് ജയിച്ച് മന്ത്രിയായി. അങ്ങനെ പലതരത്തിൽ തുടരുന്നതിനിടയിലാണ് കൊല്ലം സീറ്റ് CPIM പിടിച്ചെടുക്കുന്നത്. അങ്ങനെ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടാണ് മണിക്കൂറുകൾ കൊണ്ട് 24 മണിക്കൂറോ 48 മണിക്കൂറുകൾ കൊണ്ടോ വളരെ പെട്ടെന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് 2 RSPയും കൂടെ ഒന്നായി UDFിലേക്ക് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള നാളുകളിൽ, പ്രത്യേകിച്ച് ആ സരിതാ വിഷയമൊക്കെ കത്തിക്കിടക്കുന്ന നാളുകളിൽ ഏറ്റവും ശക്തമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും നിയമസഭയുടെ മുന്നിൽ അതിനുവേണ്ടി നിരാഹാരമടക്കമുള്ള രാഷ്ട്രീയ സമരങ്ങളൊക്കെ ചെയ്ത ആളായിരുന്നു പ്രേമചന്ദ്രൻ സാർ. പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ച് UDF പാളയത്തിൽ വന്നു. മുഖ്യമന്ത്രിയുടെ പരനാറി പ്രയോഗം വരുന്നു. അദ്ദേഹം UDFിൻ്റെ അവിഭാജ്യ ഘടകമായി തീരുന്നു. അങ്ങനെ അതങ്ങോട്ട് തുടരുന്നു. ഇത് തുടരുമ്പോൾ ഈ രാഷ്ട്രീയ കൂടുമാറ്റത്തിനിടയിൽ ഞെരിഞ്ഞമർന്നു പോയ ഒരാളിൻ്റെ പേരാണ് അസീസ്. എന്താ കാര്യം? ഇരവിപുരത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടത് രാഷ്ട്രീയത്തിനാണ് എപ്പോഴും മുൻതൂക്കം. ഇരവിപുരം അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. ആ കാലത്ത് ഒരുപക്ഷെ ഇടതുമുന്നണിയിലായിരുന്നു RSPയുടെ ഒരു കഷ്ണമെങ്കിൽ ഈ രണ്ട് ടേമിലും മന്ത്രിയായി ഉണ്ടാവുക അസീസ്ക്കായിരുന്നു. അത്രയും സീനിയറായ RSPക്ക് വേണ്ടി പഴയ കാലം മുതൽ കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത, വേറെ അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ ഇതിലിറങ്ങി കോടികൾ സമ്പാദിച്ചു എന്ന ഒരാക്ഷേപവുമില്ലാത്ത, ചിലപ്പോൾ ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്വാഭാവികമായി അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വലിയ പോളിഷ്ഡ് വർത്തമാനമൊന്നും അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കൊല്ലത്തെ RSP രാഷ്ട്രീയത്തിൻ്റെ ഇരയും വികാരധീനനാവേണ്ടതും AA അസീസാണ്. അതിലൊരു തർക്കവുമില്ല. ആ അസീസ്ക്ക ഇപ്പോഴും ചിരിച്ചുകൊണ്ട് വലിയ നിരാശയില്ലാതെ തലയിലെഴുത്താണെന്ന് സമാധാനിച്ച് സന്തോഷമായിട്ട് പോകുമ്പോഴാണ് വികാരപ്രകടനങ്ങളുടെ വാർത്ത കാണുന്നത്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പറയാമെന്ന് വിചാരിച്ചെന്താ അറിയാമോ? ആ പാവത്തിന് വേണ്ടി ആരും പറയാനില്ലാത്തതുകൊണ്ടാണ്. RSPക്കാരും അസീസ്ക്കാരുടെ കാര്യം പറയുന്നില്ല, പൊതുസമൂഹത്തിലാരും അസീസ്ക്കാരുടെ കാര്യം പറയുന്നില്ല, വേറൊരാൾ പോലും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്നാൽ ഇനിയിപ്പോൾ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ച് കഴിയുമ്പോൾ കുറച്ച് പേര് പോസ്റ്റ് ഇടും, അസീസ്ക്കാരുടെ സംഭാവനകളെ വാഴ്ത്തി പുകഴ്ത്തി എന്നൊക്കെ പറയുന്നെങ്കിലും ഈ അധികാരദാഹത്തിന് വേണ്ടിയുള്ള പരസ്പരമുള്ള ചാട്ടത്തിൽ പിഴച്ച് താഴെ വീണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അകാല ചരമം പ്രാപിക്കേണ്ടി വന്ന കൊല്ലത്തെ തൊഴിലാളി നേതാവിൻ്റെ പേരാണ് അസീസ്. അദ്ദേഹം തോറ്റല്ല അവസാനിപ്പിക്കേണ്ടി വന്നത്, അദ്ദേഹം ഈ വീഴ്ചയിൽ സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് വികാരപ്രകടനം കൂടുതൽ പ്രേമചന്ദ്ര സാറിനേക്കാളും ഷിബു സാറിനേക്കാളും ഒക്കെ ഉണ്ടാവേണ്ടത് അസീസ്ക്കായിക്കാണ്. അതും കൂടെ പറയണമല്ലോ. പറയാനില്ലാത്തവർക്ക് വേണ്ടിയും ആരെങ്കിലും പറയാൻ വേണ്ടേ? അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്.